ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വല്ലാത്തൊരു തലവേദന പിടിച്ചൊരു ദിവസം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് അങ്ങോട്ട് പോകണം കാണണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള തീരുമാനം കാരണം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാട്ടോ. അതിനേക്കാൾ മുന്നേ നമുക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. വിഷുവൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനേക്കാളും മുന്നേക്ക് ഒരു കാര്യം പറഞ്ഞിട്ടാണ് കേട്ടോ. എന്നേട്ട് വന്നിട്ട് പറയണോ ഞാൻ പറയണോ? അതിനേട്ടാ അത് പറയല്ലേ? അപ്പം അതിനേട്ട് വന്നിട്ട് പറയാം കേട്ടോ. കാര്യം എന്താണെന്ന് തന്നെയാണ് പറഞ്ഞിട്ട് കൊടുക്കാൻ. ഞാൻ ഇടാ കുളിക്കുന്നതിന് കഴിയുന്നവർക്ക് എന്തായിരിക്കും എന്ന് ആലോചിച്ചിരിക്കണ്ടേ വേണ്ടേ? ഒരു കമ്പനി എന്താ പ്രമോഷൻ കിട്ടിയിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഇവരെ കണ്ടാൽ മതി. ഇത്ര പ്രമോഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. എന്താ നിങ്ങളെ തേടിയിട്ടാ പ്രമോഷൻ വരാത്തത്? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തെങ്കിലും ഒന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പ്രമോഷൻ തരുന്നത് ആൾക്കാരല്ലേ? അങ്ങനെയാണ് ഈ ലോകത്തുള്ളവർ ആരും ജീവിക്കേണ്ടതില്ല. പ്രമോഷൻ എടുത്ത് ജീവിക്കുന്നതാണ് ആരും ഒന്നും ചെയ്യേണ്ടതില്ല. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഓരോരുത്തരുടെ നാവോട് പറഞ്ഞു തന്നെയാണ് ഈ ജനങ്ങളൊക്കെ അറിയണം. അതൊരു തരത്തിലൊരു പ്രമോഷൻ തന്നെയല്ലേ അല്ലേ? എന്താ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് ഇട്ട് അവിടെ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട്, ആ കൂട്ടുകാർ വേറെ കൂട്ടുകാരോട്, ഞാൻ എൻ്റെ ബന്ധുവിനോട്, ആ ബന്ധു വേറൊരു ബന്ധുവിനോട്, അതും ഒരു പ്രമോഷൻ തന്നെയാണ് അല്ലേ? അപ്പം അതിപ്പോൾ അത്ര വലിയ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എന്നേട്ട വരാൻ നിൽക്കണമെങ്കിൽ മുന്നേ കാര്യം പറഞ്ഞു. സോറി എന്നേട്ടോ. മോളായാലും മോനായാലും എങ്ങനെ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വരും. അപ്പം എങ്ങനെയൊക്കെ ജീവിക്കണ്ടേ? അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ജീവിച്ചിട്ട് എന്തായാലും ആരും കൊന്നോ മോഷ്ടിച്ചിട്ടൊന്നും നമ്മൾ ജീവിക്കണമെന്നില്ല. മനസ്സിലായി? മോശമായിട്ടുള്ള രൂപത്തിൽ ഭാവത്തിലോ നടന്നിട്ടുള്ള കാശ് ഉണ്ടാക്കലുമില്ല. അപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇനി അടുത്തത് ഞാൻ വിഷയമായിട്ട് കുറേ നാൾ, അതായത് ഞാൻ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് മാക്സി, അതായത് അതിനായിട്ട് പുറത്തേക്ക് വിടില്ലേ മാക്സി മേടിക്കാൻ. അതാണ് എൻ്റെ അമ്മ പോയിട്ട് മാക്സി എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ മാക്സിമം എന്ത് ഡ്രസ്സും ആരും ചുരിദാറായാലും കാശ് അയച്ചു തരും. എൻ്റെ കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ പറയും അമ്മ ഓണല്ലേ വിഷുവല്ല അവർക്ക് ഡ്രസ്സ് എടുത്തോളാം. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ എടുത്ത് കൊടുന്നതിന് അങ്ങനെയാട്ടോ. അപ്പോൾ അന്നൊക്കെ ഞാൻ റെഡിമെയ്ഡ് മാക്സികളായിട്ട് കൂടുതൽ യൂസ് ചെയ്യുക. അമ്മയാണെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള, അമ്മയ്ക്ക് ഭയങ്കര സെലക്ഷനായിട്ട് എൻ്റെ അമ്മയുടെ സെലക്ഷൻ ഇപ്പം ഞാൻ പൊന്നിനായാലും മറ്റുള്ള മക്കൾക്കായാലും ഇട്ട് കൊടുക്കണ പോലെ ഓരോ മോഡലുകളും കാരണം തന്നെയാണ് അമ്മ ഞങ്ങളിലും പരീക്ഷിച്ച് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഞാൻ. അപ്പം അതിൻ്റെ അമ്മ ഒറ്റപ്പെട്ട് ഫുഡ് ഉണ്ടാക്കാനായാലും മക്കളെ ഒരുക്കൊണ്ട് നടക്കാനായാലും അവിടെ ആൾ കുളിക്കുന്നുണ്ട്. അന്നേട്ട അവിടെ കുളിക്കണ ശബ്ദമൊക്കെ ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോകുന്നതാട്ടാ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മയുടെ അപ്പോൾ അന്നും അമ്മയാട്ടോ ഞങ്ങൾക്ക് സാരി ആയാലും മാക്സി ആയാലും. കാരണം നല്ല 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 ക്യൂട്ടായിട്ട് നല്ല വൈറ്റ് മാക്സി, അങ്ങനത്തെ കളർ മാക്സി തരും. നല്ല കാപ്പി കളർ മാക്സി ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മകളിലുള്ള ഒരു ബ്ലാക്കുമ്പോൾ കുഞ്ഞിയപ്പൂ, വൈറ്റുമ്പോൾ കുഞ്ഞിയപ്പൂ ആയിട്ടുള്ള അതൊക്കെ ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ ഇറങ്ങുന്ന കുറേ മാക്സികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അന്നായാലും അമ്മേനെയാണ് എനിക്ക് സാരി സെലക്ട് ചെയ്തതിനാണെങ്കിലും മാക്സി ആയാലും എന്തായാലും അമ്മയാട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഫുള്ളും ഷൈലേച്ച് അടിച്ച എൻ്റെ മാക്സികൾ ഇടാറ് കേട്ടോ. എനിക്ക് അടിച്ച മാക്സിയെ പറ്റുള്ളൂ. ഈ കൊല്ലം എനിക്ക് ഒരാഗ്രഹം, ഒരു ഞാൻ ഡോറടക്കണം അല്ലെങ്കിൽ കുളിക്കുന്ന ശബ്ദം പിടിക്കും വേണ്ടി എനിക്കൊരാഗ്രഹം, എനിക്ക് റെഡിമെയ്ഡ് മാക്സി അന്നത്തെ പോലെ മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വിഷുവല്ലേ, എനിക്കങ്ങനെ അടിച്ചു കിട്ടാനുള്ള ടൈമും ഇല്ല, ഒന്നിനും എടുക്കാൻ പോകാനോ ഒന്നിനും നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് മാക്സി എടുത്തു, ഒരു ബിറ്റും എടുത്തിട്ട് എന്താ വെച്ചാൽ ഇതൊന്നും ശരിയായിരിക്കും. ശരി, ഞാൻ ഷൈലേച്ചിരിയിൽ അടിക്കാൻ കൊടുക്കുന്നത് വെച്ചാൽ കുറേ വർഷമായിട്ട് ഷൈലേച്ച് അടിച്ചിട്ട് മാക്സി ഇട്ടാണ് എൻ്റെ ഓണം വിഷുവൊക്കെ. അപ്പോൾ ഈ കൊല്ലം എനിക്ക് എന്താ ഇത് ഞാൻ എന്തായാലും ഇട്ടുതരാം. ഭംഗിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണത്തിന് വിഷുവിന് ഇടാൻ നോക്കി നോക്കാം. ഞാൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മറ്റേ അടിക്കാലോ വെച്ചിട്ട് വന്നിട്ട് ഞാൻ എടുത്തിട്ടൊരു ചുങ്കിടീനെ എന്തായാലും ഞാൻ ഇട്ട മാക്സി എടുത്തിട്ടുണ്ട്. എനിക്ക് റെഡിമെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും നല്ല റെഡിമെയ്ഡ് മാക്സി കിട്ടുന്ന സ്ഥലമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. മാക്സികളൊക്കെ കേടായി പോയി. നമ്മൾ ഈ ഓണം വിഷു വരുമ്പോൾ 2-3 എടുക്കും, ഒരുമിച്ചിട്ട് അടിക്കും. അതന്നെ പിന്നെ അങ്ങനെ കൊല്ലത്തിൽ 2 പ്രാവശ്യം. പിന്നെ ഇപ്രാവശ്യം പിന്നെ വീട് പണി കാര്യങ്ങളൊക്കെ ആയപ്പോഴേ കോട്ടൻ തുണി മുതൽ അതിന് എണ്ണ കൊണ്ടുവരിക എൻ്റെ മാക്സിലാണ് പോയിരുന്നു. അപ്പോൾ മാക്സിയൊക്കെ തീർന്നു. ഇത് പന്നയായി, പക്ഷേ ഇത് കളയാൻ തോന്നില്ല, മഞ്ഞ കളയാൻ തോന്നില്ല. അതെന്താ മഞ്ഞോടെ ഒരു വീക്കെൻഡ്സാണ്. അപ്പം ഞാൻ അടുത്ത ഡ്രസ്സ് ഇട്ടു. അങ്ങനെ കൈ നിറയെ എനിക്ക് വിഷുക്കോടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ എഴുന്നേരം നമ്മുടെ റിലയൻസിൽ നിന്നാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് പോണ ചാവക്കാടുള്ള റിലയൻസ് എന്ന് പറഞ്ഞ ഷോപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഷോപ്പുണ്ട് ആദി ഫാഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഈ ചുരിദാറുകളെടുത്ത് വിഷയമായിട്ട് ഞാൻ 3-4-5 ചുരിദാർ എടുത്തു കേട്ടോ. പിന്നെ മാക്സി അവിടെ നിന്നല്ല കേട്ടോ, മാക്സി അവിടെ ഇല്ല, ചുരിദാറോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചുരിദാറോട് ഇട്ടു ഞാൻ മൊത്തത്തിൽ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. എനിക്ക് നമ്മുടെ ഇപ്പം അടുത്ത് ഞാൻ ഒരു വൈറ്റ് ചുരിദാറൊക്കെ ഒരുപാട് റേറ്റില്ല, 10,000 ആ ഒരു റേഞ്ചിലുള്ളൂ. പക്ഷേ എന്ത് നല്ല മെറ്റീരിയൽ എന്ന് പറയുക, എത്ര ഇട്ടാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല, എവിടേക്കൊക്കെ ഇട്ട് പോയാലൊരു ക്ഷീണം ഒന്നും തോന്നില്ല. നല്ല അടിപൊളി ചൂട് കാരണം തോന്നുന്നു, നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ മാക്സി ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇതാട്ടോ ഒരു മാക്സി കണ്ട, ഒരു വൈറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റും ഇങ്ങനെ കുഞ്ഞ് പൂക്കളുള്ള മാക്സി പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറേ വർഷമായിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു കഴുത്തും കാര്യങ്ങളൊക്കെ പണ്ടത്തെ എൻ്റെ മാക്സിൻ്റെ കഴുത്തൊക്കെ ഇങ്ങനത്തെ ആയിരുന്നു. പക്ഷേ കുഞ്ഞ് കഴുത്താണ് ഞാൻ കുറേ നാളായിട്ട് ചെറിയ കഴുത്തുള്ള മാക്സികൾ ഇടാറില്ല. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് റൗണ്ടൻ അടിച്ചിട്ട് ഇടാറ്. ഇപ്രാവശ്യം എന്തോ എന്താ പറയുക, നമുക്ക് ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങളല്ലേ അല്ലേ. അപ്പോൾ ഇതാട്ടെ എൻ്റെ ഒരു മാക്സി, കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിന് 399 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ തുണി എടുക്കുമ്പോഴും 200 രൂപയൊക്കെ ഒരു തുണി, ഒരു 100-120 രൂപ അടിക്കൂലിയൊക്കെ ആകുമ്പോൾ ഏകദേശം ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 400 രൂപ, അതായത് 399 രൂപ, 400 തന്നെ. അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. കുഞ്ഞ് കഴുത്തൊക്കെയാണ്, കഴുത്തിൻ്റെ കാര്യങ്ങൾ കുഞ്ഞാണ്, പക്ഷേ കുഴപ്പമില്ലല്ലേ. പക്ഷേ എനിക്ക് നല്ല വൈഡായിട്ടുള്ള മാക്സി ഭയങ്കര ഇഷ്ടമാണ്. അതും റെഡിമെയ്ഡ് വേണ്ടി, പക്ഷെ ഇവിടെ അതില്ല. പക്ഷേ എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടാന്ന് അറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെയെങ്കിലും നല്ല റെഡിമെയ്ഡ് നല്ല വട്ട കഴുത്തായിട്ട് നല്ല മാക്സികൾ കിട്ടുന്നുണ്ടെങ്കിൽ. എനിക്ക് ഇപ്പം ചുങ്കിടി അതൊക്കെ എനിക്ക് കുറേ മടുത്തു, ഇട്ടിട്ടിട്ടിട്ടിട്ട് മടുത്തു. അപ്പോൾ എടുത്താട്ടെ. പക്ഷെ എനിക്കത് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്, കറക്റ്റ് ഫിറ്റാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റ് ഫിറ്റ്. അതേപോലെ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇറക്കം കണ്ടാ, ഇറക്കം കുറച്ച്, അത് എനിക്ക് ഇറക്കാൻ വിഷയമല്ല. പണ്ടൊക്കെ എന്നാണെങ്കിൽ ഒരു കുത്തും അങ്ങനെ കുത്തണ പരിപാടി എന്തിനാ, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ മണ്ണിൽ ചെളിയിലോ കൊണ്ട് കിടന്ന് ഉരുളണ ആൾക്കാരല്ലല്ലോ. വെള്ള മാക്സി എങ്ങനെയുണ്ട് സുന്ദരി അടച്ച പ്രമോഷൻ. അപ്പൊ ഭയങ്കര ഇഷ്ടമായിട്ടതും ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാട്ടോ അടുത്ത മാക്സി. കാണുമ്പോൾ വലിയ മാറ്റം തോന്നില്ല, പക്ഷെ ഇതുമ്മേ ഒരു വൈറ്റുമേ മഞ്ഞ കളറ് മുക്കൾ. മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ വിടൂ, മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വിഷു സമയത്ത് മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വിടില്ല കേട്ടോ. ഇതിലും ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പം ചുങ്കിടിയുടെ മാക്സിയൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒരുപോലെ. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ വന്നാലും യൂട്യൂബ് വന്നാലും ഒക്കെ എല്ലാവരും ഒരുപോലത്തെ. എൻ്റെ പോലെ തന്നെ മാക്സിന് വേറെ കാണാൻ കുറേ കാണും. അപ്പോൾ ഞാൻ നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ അല്ലേ കേട്ടാ. എല്ലാം ഇഷ്ടമായാ പണ്ടത്തെ ചുങ്കിടിയുടെ മാക്സി സ്റ്റാൻഡേർഡ് ലുക്ക് വന്നു. ഓക്കെ, അപ്പൊ ഈ അടുത്ത മാക്സി കാണണ്ടേ. ഇതാട്ടോ അടുത്ത മാക്സി എങ്ങനെയുണ്ട്. ഇതും മഞ്ഞ ഉണ്ടല്ലേ, എവിടെ പോയാലും മഞ്ഞുള്ളി എപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടി ആ 2 മാക്സിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി റൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഈ 3 അതും നല്ല സോഫ്റ്റാണ്. പക്ഷെ ഇത് ഒരു പ്രത്യേക തരം തുണിയായിട്ട് ഭയങ്കര സോഫ്റ്റ്. നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ അറിയില്ല, നമ്മുടെ സ്കിന്നോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തോട് കൂടി ഇങ്ങനെ ഒട്ടി കിടക്കണം. നമ്മുടെ സ്കിന്നിന് അരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭംഗിയുണ്ടല്ലേ നോക്കാനേട്ടാ, രസം നോക്കുക. അതിനാണ് ഏറ്റവും ഇഷ്ടമായത്, അതിനാണ് ഏറ്റവും ഇഷ്ടമായത് ഇതാട്ടോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനാണ് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു മാക്സി കേട്ടോ. നിങ്ങൾ ഏത് കളർ വെച്ചിട്ട് പറയില്ല, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അങ്ങനെ ഇട്ടാൽ മതിട്ടോ, അല്ലെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ടൈം എടുത്ത് ഞാൻ 2 മാക്സികളൊക്കെ തരച്ചിട്ടുണ്ട്. എൻ്റെ മാക്സികളൊക്കെ കംപ്ലീറ്റ് കേടായി. എനിക്ക് കുറച്ചാൾ ഇങ്ങനത്തെ ഒരു മാക്സിൽ അതൊക്കെ തോന്നിയില്ലേ. കുട്ടികൾക്ക് മാക്സി ഇട്ട കാരണം അറിയണില്ല അത്ര. ചിലക്ക് നഴ്സിലൊക്കെ പിന്നെ അറിയണില്ലാന്ന്. ഞാൻ ഈ മാക്സി കണ്ടിട്ട് ചുരിദാറിട്ടോട് പിന്നെ അറിയണില്ലാന്ന്. ഇപ്പൊ വീഡിയോയിൽ ഞാൻ ചുരിദാറിട്ട് വരുന്നത് തോന്നുന്നത്.
അപ്പോൾ അതേ അടുത്ത് മാക്സ് ഇതാട്ടാ. പിന്നെ അടുത്ത് ചേട്ടൻ വരുന്നത് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള വിഷുക്കോടികളാട്ടാ. സെറ്റായിട്ടല്ലേ? പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പോക്കറ്റൊക്കെ ഉണ്ട്. കാശൊന്നും ആദ്യട്ടാ. അങ്ങനെ ഇതാട്ടാ ഞാൻ അടുത്ത് ചുരിദാർ എടുത്തത്. പക്ഷേ ഇതൊക്കെ സൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ മഞ്ഞ കളറാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഷേപ്പ് ചെയ്ത് അടിക്കാതെ ചെയ്യാൻ കൊടുത്താട്ടേക്ക് മഞ്ഞ കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊടുത്താണ്. പക്ഷേ നല്ല സൂപ്പർ മെറ്റീരിയൽ കേട്ടോ. നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഷോളും കല്ലാതെ കൂടി രൂപയ്ക്ക് റേറ്റ് എത്രയാണെന്ന് നോക്കണ്ട, എനിക്ക് ഓർമ്മയില്ല. ഇത് വേണ്ട. ആഹാ എന്തൊരു സോഫ്റ്റ് മെറ്റീരിയലാന്ന് പറയാം. ഭയങ്കര ഇഷ്ടമായിട്ടോ. അടിപൊളി ഒരു മെറ്റീരിയലാണ്. ഒന്ന് ജസ്റ്റ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ട, കൈ ഒന്ന് ഷേപ്പ് ചെയ്യണം. മോഡൽ ഇപ്പം ഇങ്ങനത്തെയാണ് മോഡല് ട്രെൻഡ്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. മഞ്ഞിട്ടായി നമ്മുടെ ഫേസിൽ ഒരു പ്രത്യേക ഒരു ഗ്ലോ വരും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കി നോക്കട്ടാ. പിന്നെ ഈ ഷാളൊക്കെ വന്ന് മുസ്ലിംസിനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ. ഈ ഇടാറിയില്ലെങ്കിലും ഇട്ടോക്കാൻ മതി. കുങ്കുമിട്ട മുസ്ലിംസിലെ കുഴപ്പമില്ല. ഹലോ സെറ്റപ്പാ സെറ്റ്. എന്താണെന്നറിയോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടാ. ഓക്കെ. ഇതൊരു അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ടാ. ഇതിങ്ങനെ ഇടാൻ നല്ല സുഖാട്ടാ. കണ്ട അടിപൊളി മെറ്റീരിയൽ. ഭയങ്കര ഇഷ്ടമായിട്ട് സൂപ്പർ. ഇപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കണമെങ്കിൽ ഈ കോട്ടൻ്റെ സെക്ഷനാട്ടോ. ഞാൻ കുറേ ആയിട്ട് നോക്കിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ആ ഫംഗ്ഷന് ഡ്രസ്സ് എടുക്കാൻ പോയതാട്ടാ. പക്ഷേ ഫംഗ്ഷനിൽ ഡ്രസ്സ് എടുക്കാൻ മറന്നിട്ട് പോകുന്നു. കോട്ടൻ്റെ ചുരിദാർ എടുത്തിട്ട് പോകുന്നു അല്ലേ? പോന്നപ്പോൾ ആലോചിച്ച് കോട്ടൻ്റെ ചുരിദാറുണ്ട്. അപ്പം അവിടെ കമ്മന്ന് വീഴും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അടുത്തൊരു ചുരിദാർ. ഷാള് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് 1195 രൂപയാണ് കേട്ടോ. നേരത്തെ നമ്മുടെ മഞ്ഞ കളറിൻ്റെ ചുരിദാറിന് വരുന്നത്. അതേപോലത്തെ ഒരു കോട്ടൻ്റെ ഒരു തുണി, നല്ല ജസ്റ്റ് തുണി, അത് ഒരു രക്ഷയില്ല പറയാം. എന്താ പറയുക, നമ്മുടെ ശരീരത്തോട് യോജിച്ചെടുക്കാം. ഈ ഒരു കളറ് എനിക്കില്ല കേട്ടോ. പനിയായിട്ട് ഈ ഒരു കളർ ഇല്ലല്ലോ, അത് എടുത്തോന്നാണ് പറഞ്ഞിട്ട് ഈ ഒരു കളർ ഞാൻ എടുത്തത്. ഞാൻ എടുക്കാത്തൊരു കളറാട്ടോ. അപ്പോൾ ഇതൊക്കെ ലൂസാട്ടോ. ഇതൊക്കെ ഒന്ന് എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്താലാണ് ഇനി ഇടാൻ പറ്റും. അപ്പം ഇന്ന് പോണ വഴിക്ക് കൊടുത്ത് കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഇത് അടിപൊളി അല്ലേ? നോക്കിയേ, ഞാൻ ഷാളില്ലാണ്ട് കാണിച്ചിട്ടാണ്. എനിക്ക് ഞാൻ കൂടുതലും ഷോളില്ലാണ്ട് യൂസ് ചെയ്യും. എനിക്കതാണ് ഒരു എല്ലാവർക്കും എല്ലാവരും പോലെ ഇല്ല. എനിക്കങ്ങനെ ഷോളിടാൻ അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിട്ട്. ഷോളിനോട് ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഭയങ്കര രസമുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ അങ്ങനെ അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ. ഇതുമേ ഈ ഒരു ഇത്രയും സ്പേസ് നെക്കിൻ്റെ നല്ല രസം കാണാം. അടിപൊളി. ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാണ്ട് കേട്ടോ. അതായത് ഷേപ്പ് ചെയ്താൽ ഇതൊക്കെ ഇട്ടാൽ ഒന്നുകൂടി ഭംഗിയാവും. ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു കളറാട്ടത്. അപ്പോൾ ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു കളർ തന്നെ പറയട്ടെ. ഇത് തീരെ യൂസ് ചെയ്യാത്തൊരു കളറാണ്. പക്ഷേ എന്നോട് അവർ പറഞ്ഞു എന്നും ഇടുന്ന കളറൊന്നും മാറ്റി ഒന്ന് പിടിക്കുക ചേച്ചി. ചേച്ചി ഈ കളർ ചേച്ചി നന്നായി ചേരുന്നുണ്ട്. നമ്മുടെ ലെൻസിലുള്ള എന്നൊരു പേര് താഹിർ അല്ലേ? താഹിറാണ് കേട്ടോ ഇത് സെലക്ട് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്ക് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ ഒരു കല്യാണം അത് വേറെ വാഴക്കൂമ്പ് കളറാണ്. പക്ഷേ ഈ ഒരു പച്ചയ്ക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടേ എൻ്റെ നിങ്ങൾ ഇട്ട് കാണാത്തൊരു കളർ ഡ്രസ്സായിരിക്കും ഇത്. പക്ഷെ എങ്ങനെയുണ്ട് കേട്ടത് ഈ കളറ്? മര്യാദ ഇട്ടാച്ച് മര്യാദ ഒരു പാട്ട് പടിയില്ല കളി. ഇത് എങ്ങനെയുണ്ട്? രസമുണ്ട്, എല്ലാം നല്ല രസമുണ്ട്.
പക്ഷേ ഈ എല്ലാം ഞാൻ ഇപ്പം ഇട്ട 3 ചുരിദാറിൻ്റെ റേറ്റ് വരുന്നത് 1195 രൂപയാണ് കേട്ടോ. എന്താ വെച്ചാൽ പാൻറ്റ് വരുന്നുണ്ട്, ഷോള് വരുന്നുണ്ട്, ടോപ്പ് വരുന്നുണ്ട്. നമ്മൾ തുണി എടുത്ത് അടിച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടി. പക്ഷേ ഇതിനുണ്ട് തുണി എത്ര കഴുകി യൂസ് ചെയ്തൊരു കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇതാണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്. മറ്റേത് രണ്ടേക്ക് ലൂസാണ്, ഇതേ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്. മറ്റു രണ്ടേക്ക് ഒന്ന് ടെക്കിടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റാണ്. ഇതൊന്നും ചെയ്യണ്ടല്ലോ ചേട്ടാ, ഇതൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സൂപ്പറായിട്ടില്ലേ? ഞാനായിട്ട് സഹായം ചെയ്തില്ല. അവിടെ മുകളിലത്തെ കള്ളിയിൽ എൻ്റെ ഒരു മെറൂൺ പാൻറ്റ് ഒഴിച്ച് ചുരിദാർ വയ്ക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ. അത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയിട്ട് അത് അവിടെ വെച്ചതുണ്ടായിരുന്നു. ഇപ്പം ഇതൊന്നും ഞാൻ കവർന്ന് ഇറക്കിയിട്ടായിരുന്നു. പിന്നെ ഇത് അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ടോപ്പ് മാത്രമല്ലോ, നമ്മുടെ കയ്യിലുള്ള ഏരിയയിൽ മാച്ചുള്ള ലെഗിൻസ് ഇട്ടാൽ മതി. ഞാനൊരു ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഈ ഒരു കളർ എനിക്ക് ലൈഫിൽ ഇഷ്ടമില്ലാത്തൊരു കളർ ഞാൻ പറയട്ടെ. ഞാൻ ഈ വാടോർമലിക്കുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. പക്ഷേ ഇന്നാണ് നമ്മുടെ പൊന്നെ ചുരിദാർത്തപ്പോൾ പൊന്നിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനത്തെ ഒരു കളർ ഇക്കി എടുക്കണമെന്ന് അങ്ങനെ എടുത്തതാട്ടോ. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷേ ഇത് കുറച്ച് റേറ്റുള്ളൊരു ടോപ്പ് തന്നെയാണ്. പക്ഷേ നല്ല മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് നല്ല കനം കുറഞ്ഞ മെറ്റീരിയൽ കേട്ടോ. നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോഴാണല്ലോ എന്ത് രസമല്ലേ? ഭയങ്കര സിമ്പിളാട്ടോ. സിമ്പിളായിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടോപ്പ്. നോക്കിയാൽ ഇഷ്ടമായി കേട്ടോ. സൂപ്പറാ. റേറ്റ് കളറല്ലേ? നല്ല ഇഷ്ടപ്പെടുന്ന കളറാണ് മുന്തിരി കളർ. മുന്തിരി കളർ. പക്ഷേ ഞാൻ തീരെ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാവക്കാടുള്ള റിലയൻസ് എന്ന് പറഞ്ഞ ഷോപ്പതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പ്രാവശ്യം വിഷു പർച്ചേസിങ് മൊത്തം ഞാനും പൊന്നു നടത്തിക്കുന്നത് റിലയൻസ് എന്നാണ്. റിലയൻസ് അറിയാതിരിക്കില്ല. എന്താ വെച്ചാൽ നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ഷോപ്പ് കാണാം, റിലയൻസ് നേരിട്ട് ഷോപ്പ് കാണാം. അവിടെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമുക്ക് ഡ്രസ്സ് എടുക്കാനും കാര്യമൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആദ്യ ഡിസൈൻ എന്നിട്ട് അവർക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ഫുൾ ഡീറ്റെയിലും കാര്യം നമ്മൾ ഈ വീഡിയോയിൽ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വിളിച്ച് ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്യാം അല്ലേ? കുറച്ച് പൈസക്ക് കുറേ ഡ്രസ് എടുത്തിട്ട് പോരാം. അതാണ് ഇതൊക്കെ 1000 രൂപയ്ക്ക് നല്ല സെലക്ഷൻ. അതാണ് മെറ്റീരിയലാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യമില്ല. ഞാൻ പെട്ടെന്ന് അവിടെ കയറി അവിടെ നിന്ന് റിലയൻസ് തന്നെയാണ് നമ്മൾ ചുരിദാർ എടുക്കുന്നത്. വേറെ എവിടെ നിന്ന് ചുരിദാർ എടുത്താലും സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റാറില്ല. സുന്ദരിയാക്കാൻ വേണമെങ്കിൽ സുന്ദരിമാരാവണമെങ്കിൽ റിലയൻസിലേക്ക് പോവുക. നല്ല നല്ല ഡ്രസ് എടുക്കുക, സെലക്ട് ചെയ്ത്. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നോ? ഒരു ബിസ്ക്കറ്റ് തന്നെയായിരുന്നു. മധുരാണ്. ആ മധുരം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ്. വിശപ്പുണ്ടെന്ന് ഇങ്ങനെ തോന്നി. പാവം എനിക്ക് പോയിപ്പോ ഒരു ബിസ്ക്കറ്റ് കണ്ടു. അപ്പൊ അടിപൊളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. സൂപ്പറാണ്. പിന്നെ ഞാൻ 77 കിലോമീറ്റർ എത്തിയിട്ട വെയിറ്റ്. ഇനി എന്തായാലും ഞോണം വരെ ഫുഡ് കഴിക്കണം കേട്ടോ. അല്ല വിഷു വരെ സെറ്റ് ആവണം. എന്നിട്ട് പിന്നെ കുറയ്ക്കാം. ഇന്നൊന്നും കഴിച്ചിട്ട് ഇന്നിപ്പോ രാവിലെ നമ്മൾ എന്താ കഴിച്ച് ഒരു ചായ കുടിച്ചു, ഇളനീര് കുടിച്ചു, പപ്പായ കഴിച്ചു. ആ സമയത്തിന് 7 മണി ഈ നേരം വരെ കഴിച്ച ഫുഡ് ഇതാണ്. ഇനി രാത്രി ആകുമ്പോഴേക്ക് 2 പീസ് ഞാൻ ചിക്കൻ കറി, മീൻ കറി, മുതിരപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ട്. 2 പീസ് ചിക്കൻ കറി കൂടി 2 പീസ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. പോവാം. അടുത്ത നമ്മുടെ ഒരു ടോപ്പ് നമ്മൾ നേരത്തെ ഇട്ട അതേ സെയിം മോഡൽ, അതിൻ്റെ മോഡൽ ടോപ്പ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ആണ്, സെയിം മെറ്റീരിയലാണ് കേട്ടോ. എന്ത് രസം. തീരെ അങ്ങനെ ഒരു ഇതില്ല, പ്രോബ്ലാച്ചി എടുക്കുന്നില്ല. ആദ്യം മമ്മിക്കാണ്. പക്ഷെ അവിടെ 5X വരെ ഉണ്ട് കേട്ടോ. എത്ര തടിയുള്ളവർക്കുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ഉള്ളത്. തടി കുറഞ്ഞവർക്ക് എവിടെ പോയാലും ചെയ്തിട്ട് നമ്മളെ പോലെ തടിയുള്ളവർക്ക് എവിടെ പോയാലും കിട്ടില്ല. പക്ഷേ നമ്മുടെ ലെൻസിൽ 5X വരെ സൈസ് അവിടെ ഉണ്ട്. എത്ര തടിയുള്ളവർക്കുള്ള സൈസ് ആയാലും അവിടെ പോയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ തടിയുള്ള ഒരു ചേട്ടനുണ്ട്. എനിക്ക് അനുജനാണ്. ആ ചേട്ടനെ പോയിട്ട് ചോദിക്കുക എന്തോ ഒരു പേര്. അപ്പൊ ഒരു 10-130 കിലോ ഉള്ള ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് ചോദിക്കും. അവിടെ എല്ലാവരും നമുക്ക് ഭയങ്കര ഈ പ്രാവശ്യം പോയിട്ട് നമുക്ക് താഹിർ മാത്രം കാണാൻ പറ്റില്ല, മറ്റുള്ളവരെ കാണാൻ പറ്റിയില്ല.
പക്ഷെ എല്ലാവരും നമുക്ക് അവിടെ പോയാൽ സത്യം ടൈം പോണത് അറിയില്ല. അവിടെ പോയാൽ ഇരുന്ന് എല്ലാവരായിട്ട് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് അപ്പോഴേക്കും എൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും അടുത്ത് ബേക്കറിയിൽ നിന്ന് വല്ല ലഡോ അവർ കഴിച്ചിട്ട് അവർക്ക് അവിടെ ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയ എന്തെങ്കിലും ഫുഡ് സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവർ എനിക്ക് മേടിച്ചു കൊടുത്തു തരും കേട്ടോ. ആദ്യമായിട്ട് മേടിച്ചെങ്കിൽ ലഡു, ഈ പ്രാവശ്യം എന്തോ ബട്ടർ പെന്നോ എന്തൊരു പെന്നുണ്ട്, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ, അത് മേടിക്കാൻ പറ്റും. പക്ഷെ അത് തീർന്നു. അപ്പൊ പിന്നെ വീണ്ടും ഞങ്ങൾക്ക് ലഡു മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കൊള്ളി വറുത്തതാ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോഴേക്കാണ് നമുക്ക് മേടിച്ചു തരും. അത് കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ ഫ്രിഡ്ജിലുണ്ട്, ഒരു 3 കൂടി കഴിച്ചോ. അത് മധുരില്ല അങ്ങനെ. അപ്പൊ അത് അടുത്ത ചുരിദാർ. അപ്പൊ ഈ പ്രാവശ്യത്തെ വിഷു എൻ്റെ പൊളിച്ചു കേട്ടോ. പക്ഷെ എനിക്കൊരു ഡ്രസ്സും കൂടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊരു ഫങ്ഷൻ ഉണ്ട്, ആ ഫങ്ഷന് പക്ഷെ എടുക്കാൻ പറ്റിയില്ല. പിള്ളത് വെച്ച് ഏതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ ചുരിദാറുകളൊക്കെ ഫങ്ഷൻ ഇടാൻ പറ്റില്ല. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷന് എന്ത് ചെയ്യുന്നത് തേങ്ങ ലഡു അല്ലേ, തേങ്ങ അല്ല നാളികേരം. ഒരു കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഷുഗർ ഒന്ന് ചെയ്തൊന്ന് വളർന്നില്ല. മനുഷ്യ അതിനെ കൊണ്ടാണല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും ചേരന്റെ ഭംഗിയുള്ള ചുരിദാർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ. മതി കേട്ടോ. ഒരു കുഞ്ഞു കറി കൂടി വിഷുവര ഉണ്ടോ. അപ്പൊ ഇനിയിപ്പോ ഇത് കഴിച്ചില്ലേ. അപ്പൊ ഇനി ബ്രെഡ് കഴിക്കുമ്പോഴേക്ക് വരും. ഇനിയിപ്പോ അവിടെ ഞാൻ കുറയ്ക്കും, കട്ട് ചെയ്യും. ഇവിടെ കഴിച്ചാൽ അപ്പുറത്ത് എന്തെങ്കിലും കട്ട് ചെയ്യും. അതാണ് അവസ്ഥ. പിള്ളേർ കുട്ടിപ്പട്ടാണെന്നില്ല, കുട്ടിപ്പട്ടാണെന്നൊക്കെ ഇറങ്ങാൻ പോയിരിക്കുക. ഇപ്പം ഞങ്ങളെല്ലാം മാത്രമേ ഉള്ളൂ അല്ലേ ചേട്ടാ. പിന്നെ ഞാനൊരു മാക്സിയുടെ വിറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കളർ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇതിനേക്കാളും ഒരു ഡാർക്ക് കാപ്പി കളർ ഭയങ്കര ഇഷ്ടമാട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ ശോഭയിലും നെസ്റ്റോയിലൊക്കെ വെച്ചിട്ട് ഒരു ചേച്ചീനെ കാണാറുണ്ട് കേട്ടോ. അപ്പം എന്നോട് ആൾ പറയണത് എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ കുറേ ദിവസമായി മെസ്സേജ് അയച്ചിട്ട് കേട്ടോ. ചേച്ചി എന്തായാലും വീഡിയോ കാണാണ്ടിരിക്കുമ്പോൾ അന്ന് ആ ചേച്ചി ഇട്ട കാപ്പി കളർ ചുരിദാറിൻ്റെ കണ്ണൊന്നും പോണില്ല. ആ ചേച്ചിയുടെ എല്ലാ ചുരിദാറും ചാലക്കുടിയിലെ ചേച്ചി ആ ചേട്ടനും ആ ചേച്ചിയുടെ ചുരിദാറും സാരിക്ക് എന്തോ ഒരു ഭംഗി. സാരി എടുത്തിട്ട് നേരിട്ട് കണ്ടിട്ടില്ല, ആ ചേച്ചിയുടെ പ്രൊഫൈലുള്ള കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ ചേച്ചിയുടെ ചുരിദാറുകളൊക്കെ ഉണ്ടല്ലോ ഒറ്റപൊളി ചുരിദാറാണ്. പക്ഷെ ചേച്ചീൻ്റെ കാണാനും സുന്ദരിയായിട്ടോ. അതുകൊണ്ടാണ് ആ ചുരിദാറിട്ടപ്പോൾ സുന്ദരി ആയതല്ലേ. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കളർക്ക് അന്വേഷിച്ച് എല്ലായിടത്തും നടന്നു. പക്ഷേ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ. അത് ആ ചേച്ചി ഡൈ കളർ ചെയ്തതാന്ന് പറഞ്ഞു കേട്ടോ, തുണി എടുത്ത് ഡൈ ചെയ്തതാന്ന് പറയണത്. പക്ഷേ അതായിരിക്കും എനിക്ക് അവിടെ നിന്നും കിട്ടിയില്ല. എന്തായാലും അതല്ലെങ്കിൽ അതിൻ്റെ പോലത്തെ സാമ്യമുള്ളൊരു കാപ്പി കളർ മാക്സ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശൈലേച്ചിൽ അടിച്ചോളൂ. ശൈലേച്ച് അടിച്ച് തരുമില്ലെന്ന് അറിയില്ല. ഞാൻ ഒന്ന് മെസ്സേജ് അയച്ചാണ് പറഞ്ഞത്. ശൈലേച്ച് ഒന്ന് അടിച്ച് തരുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇതുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. അതായത് നമ്മളെ ബന്ധുക്കളും കസിൻസൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു ഫാം ഹൗസാണ് കേട്ടോ. ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ പാലക്കാടാണ് ഉള്ളത്. ഈ ഫാം ഹൗസ് പാലക്കാട് എത്തണ്ട, പാലക്കാട് ജില്ലയാണ് കേട്ടോ. പാലക്കാട് ഒന്നും എത്തണ്ട. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു 27 കിലോമീറ്റർ അല്ലേ, അത്ര 27 കിലോമീറ്ററാണ്. അതെ 27. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 27 ലേക്ക് അതെ. അപ്പോൾ ഒരു 30 കിലോമീറ്റർ, അതായത് തൃശ്ശൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു ഫാം ഹൗസിലേക്ക്. അപ്പോൾ അവിടെ പോവുക. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമൊക്കെ ഇഷ്ടമായത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇരിക്കുക, പുറത്തിരിക്കുക, എൻജോയ് ചെയ്യുക, പാട്ട് വയ്ക്കുക, കളിക്കുക. പക്ഷേ ഞങ്ങൾക്ക് അത്ര ടൈം കിട്ടിയില്ല. എന്നാൽ ഉള്ള ടൈമാണ് നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് വന്നു കേട്ടോ. അല്ലേ കേട്ടാ. ജാതിക്കത്തോട്ടം എന്നാണ് കേട്ടോ ആ ഫാം ഹൗസിൻ്റെ പേര് വരുന്നത്.
അപ്പം നമ്മുടെ ജാതിക്കത്തോട്ടം ആ പാട്ടില്ലേ, അതാ ഞാൻ ഓർത്തത്. അത് കണ്ടു പാടില്ല, ഞങ്ങൾക്ക് പാടാൻ അറിയില്ല, പറയാൻ അറിയുള്ളൂ, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവരുടെ നിങ്ങൾക്ക് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ താഴെ കൊടുക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നിൽക്കാൻ വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ മാറ്റി നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമാധാനമായിട്ട് കുറച്ച് സമയം നമുക്ക് മാത്രമായിട്ട് ഇരിക്കാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ എത്തിക്കുന്നത്. അതായത് പാലക്കാട് ജില്ലയിലുള്ള സ്ഥലത്താണ് കേട്ടോ. നമുക്ക് ജാതിക്കത്തോട്ടം എന്നാണ് ആ ഫാം ഹൗസിൻ്റെ പേര്. ഈ ഫാം ഹൗസിലാണ് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ജാതിക്കത്തോട്ടം എന്ന് പറയണ പോലെ തന്നെ അതിൻ്റെ ചുറ്റും നല്ല ജാതിക്കത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളി സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ടുകൂടെ അടുത്തന്നെ സ്വിമ്മിംഗ് പൂളില്ലേ, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ. കാരണം ജാതിക്കത്തോട്ടമൊക്കെ നോക്കി എന്തൊരു രസമായിരുന്നല്ലോ. നമ്മൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഓരോ യാത്രകളിലൂടെയാണ് കേട്ടോ നമ്മൾ സെറ്റായി വരിക. എന്നല്ലേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചിന്തകളും ഒരുപാട് ചെയ്തു തീർക്കാനുള്ള കണക്കുകളെ പറ്റിയിട്ടുള്ള കണക്കൂട്ടലുകളും ആകുമ്പോൾ സത്യം പറഞ്ഞ ചില നിമിഷം നമുക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു നിമിഷമൊക്കെ നമുക്ക് ഈ ഒരു യാത്ര ഏറ്റവും നല്ലതാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഇങ്ങനെ ഒരു സമയം ചാൻസ് കിട്ടിയാൽ നമ്മളത് ശരിക്കും പോയി മുതലാക്കണം തന്നെയാണ് പറയല്ലേ കേട്ടോ. അതെ, നമുക്കൊരു ചാൻസ്, അതായത് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് എങ്ങനെയെങ്കിലും പോവുക എന്ന് പറയുമ്പോൾ നമ്മളത് പോയി എൻജോയ് ചെയ്ത് വരണം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഷെബിയും പെണ്ണും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര. വേറെ എവിടേക്കല്ല, രാത്രി 11 മണിയാണ് കേട്ടോ. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. നമ്മൾ ജാതിക്കത്തോട്ടത്തിലേക്കാണ് എത്തിക്കുന്നത് കേട്ടോ. അത് എത്തിയ വശം തന്നെ പൊന്നു അവിടെ എന്തൊക്കെയോ നടന്നു നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമുക്ക് എത്ര അതിൻ്റെ ചുറ്റും നടന്നാലും നമുക്ക് മതിയാവില്ല. അത്രയൊരു എന്താ പറയുക, ഭയങ്കര രസമാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മൈൻഡ് തന്നെ ഒരു മാറില്ല കേട്ടോ. നമ്മളങ്ങനെ നല്ല കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷം മൊത്തം നല്ല ഒരു എന്താ പറയുക, എനിക്ക് ഇങ്ങനെ വാക്കുകളോട് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കില്ല. അതിനാണ് കൂടുതലുള്ളത് പേടിയാട്ടോ. അതാണ് അതിനായിട്ട് ആദ്യം നമുക്ക് എങ്ങോട്ട് പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷൻ. അവിടെ കുഞ്ഞു മക്കളെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇങ്ങനെ കയറുമ്പോൾ നല്ല വലിയൊരു ഹാള്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം അല്ലേ ഒരു രണ്ട് ഫാമിലിക്ക് വന്നിരുന്ന് വർത്താനൊക്കെ വലിയൊരു ഹാള് കേട്ടതാ. ഇവിടെ ടി വി ഇരുന്ന് കണ്ട് ഇവിടെ നമ്മൾ ഫാമിലിയൊക്കെ വന്നിട്ട് ഇരുന്ന് കളിക്കാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ ലൈറ്റ്. അങ്ങനെ ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള ഒരു ഏരിയ കണ്ട, ബേസിനും ഷെൽഫും ഒക്കെ ആയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ വെള്ളം തണുപ്പിച്ച് കുടിപ്പിക്കും ഫ്രിഡ്ജ്. പിന്നെ ഇതാണ് കേട്ടോ ഒരാളുടെ റൂം. പൊന്നിൻ്റെ ഷെബിനും കഴിക്കുന്ന റൂം ഇതാണ് കേട്ടോ. ഇതാണ് ഒരു റൂം. ഇവിടെ ഒരു ഷെൽഫും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട. ഇവിടെ റൂമിൽ നിന്ന് തന്നെ കണ്ടോ ഒരു ബാൽക്കണി ഉണ്ട്. പക്ഷെ അത് രാത്രി കഴിഞ്ഞാൽ ഇപ്പം തുറക്കണില്ല, അപ്പം രാത്രി നേരല്ലേ. പിന്നെ അങ്ങനെ ഇത് 2 റൂമാട്ടോ. ഒരു ഹോളും കണ്ടോ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഹോളൊന്നും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോളിൽ നിന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. എനിക്ക് രാത്രി ബാൽക്കണിക്ക് പോകുമ്പോൾ പേടിയെങ്ങനെ തുറന്നില്ല, കുഴപ്പമില്ല. അന്നേട്ടൻ ഡെയിലി ശരിയാണ്, എനിക്ക് പേടിയാണ് ഇങ്ങനത്തൊക്കെ. അപ്പോൾ ഇതാ ഒരു
ജാതിക്കത്തോട്ടം അല്ലേ വെറുതെ എല്ലാം എനിക്ക് പൊന്നിൻ്റെ റൂമൊന്നും ഈ ബാൽക്കണി കയറാം അപ്പുറത്തെ റൂമിന്നൊക്കെ കേട്ടോ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയാണേ ഇവിടെ വലിയൊരു ഫാമിലിക്ക് വന്നാലും ഈ ഒരു ഹോളും 2 റൂമായിട്ട് എടുക്കാൻ പറ്റുമെന്നു സെപ്പറേറ്റ് ബെഡും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിരുന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ് കറക്റ്റ് സ്ഥലം സ്പേസ് ഒക്കെ എന്താ വെച്ചാൽ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്കൊരു നേരം വന്ന് അല്ലേ സ്റ്റേ ചെയ്ത് പോകാൻ പറ്റിയ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനൊരു മുള അല്ലേ എന്താ പറയുക മുള ജാതിക്ക അല്ല ഹാപ്പിയാണോ ഇപ്രാവശ്യം വെക്കേഷൻ കുഴപ്പമില്ലല്ലേ നമ്മൾ എന്താണ് നല്ല സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ വയനാട് ബോച്ചറെടുത്തേ നമ്മുടെ സ്റ്റാർട്ടിങ് ബോച്ചരാശിയുള്ള ആളെ തോന്നുന്നു വളരെ ബോച്ചരാശിയുള്ള ആളാണ് ഇത് രക്ഷയില്ല ഹാപ്പിയാണ് ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ കുറച്ചായപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിൽ നിന്നുള്ള ഫുഡിനേക്കാൾ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഫുഡുണ്ട് അപ്പോൾ അതേപോലെ ഒരു അമ്മയും ഒരു അച്ഛനും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്നത് ഒരു വയസ്സായ ഒരു ചേട്ടനും ചേച്ചിയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം നമുക്ക് നല്ല മീൻ കറിയും മാങ്ങച്ചാറും പപ്പടും ചിക്കൻ കറിയും ചപ്പാത്തിയും ചോറും കൂടിയിട്ടുള്ളൊരു രാത്രിത്തെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും വെച്ച് ഞാൻ ഒരു ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചോട്ടെ പിന്നെ അനിയേട്ടനും പൊന്നിനും ചോറ് വേണ്ട വേറെ ഒന്നും വേണ്ട ഇവിടെ കുണിക്കുമ്പോൾക്കും കൊടുക്കലും കേട്ടോ അപ്പോൾ അവരൊക്കെ ചോറ് വേണമെന്നറിയുള്ളൂ പിന്നെ അവരിവിടെ വന്നിട്ട് നോക്കുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള നിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നികളെ കുറേ നേരം നമുക്ക് രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറഞ്ഞാൽ നമ്മുടെ കുണിക്കുമ്പോൾ തലയിട്ട് ആട്ടണം കേട്ടോ സത്യം പറഞ്ഞിട്ടല്ലോ ആ 3 ചികിടുമണികൾക്ക് ഇതിനുള്ളിൽ ആർമാദിക്കാണ്ടുള്ള വിഷമമായിട്ട് കാർത്തൂനടക്കം എന്ന് വെച്ചാൽ നമ്മളെന്താണ് മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോയപ്പോഴും ഉണ്ടോളെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോൾ കാർത്തൂൻ അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അതിൽ കളിക്കാനുള്ളതാണെന്നൊക്കെ കാർത്തൂന് കാണുമ്പോഴേക്കും അറിയട്ടെ പക്ഷേ ഈ ഒരു രാത്രിയത്തെ ഒരു വ്യൂ നിങ്ങൾ നോക്കിക്കേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ ഇപ്പോൾ നമ്മൾ ഫാമിലി ഫ്രണ്ട്സായിട്ട് വന്ന് ആ സ്റ്റെപ്പം ഇരുന്ന് ഫുഡ് കഴിക്കലും കാര്യങ്ങളും അപ്പുറത്ത് എൻജോയ് ചെയ്യണമൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ മക്കൾക്ക് ഇതേ വന്ന് ഊഞ്ഞാലാടാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ മക്കൾക്ക് മാത്രമല്ല നമുക്ക് ഊഞ്ഞാലാട്ടതാണ് ഞാനാണ് പോടുന്നത് ഊഞ്ഞാലാണ്ട് സത്യമാണെങ്കിൽ ഊഞ്ഞാലാടുമ്പോൾ ഇയർ ബാലൻസ് പോകുന്ന ആളാണ് എന്നിട്ട് ഊഞ്ഞാലാടിട്ട് അപ്പോൾ കുണിക്ക് വന്നിട്ട് എൻ്റെ ആട്ടിയിലാളിയാണ് ഞാനും കുണിക്കലായിട്ട് ആദ്യം ഊഞ്ഞാലാടിയത് പിന്നെ കുണിക്കനും കുഞ്ഞനല്ല കുണിക്കുമ്പോഴും ജാതിക്കത്തോട്ടം ഇല്ല ഞങ്ങളെ വഴി വരുമ്പോൾ ഇവരെ പേടിപ്പിച്ചാട്ട് മഴ ഇവരെ ഭയങ്കര ഓടി ബഹളം അപ്പോൾ ഇവരെ പേടിപ്പിച്ചിരുത്തില്ല ഞങ്ങൾ കുറച്ച് നേരം സമാധാനം വേണ്ട വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഒന്നാന്തരം രാവിലെ നമ്മൾ ഇന്നലെ എത്തുമ്പോഴേ തന്നെ 11 മണി കഴിഞ്ഞിട്ട് കേട്ടോ അത് നാളെ നേരത്തോടുകൂടി എണിച്ച് ഒന്ന് പുലർച്ചെ ഒരു 3-3:30 ആകുമ്പോൾ എണിച്ചിട്ട് നമ്മുടെ പൊന്നുഞ്ചി ബ്രൈഡൽ ഷൂട്ട് എന്ന് നടക്കണ്ട കേട്ടോ അപ്പോൾ നേരത്തെ എനിക്ക് ഷൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതേ ഷൂട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആരെന്നെ ഫോട്ടോഷൂട്ട് ലൂസേല അപ്പാപ്പിനിട്ടല്ല വാർത്തല് വരടിക്കുന്ന ഇതിനും തടി ഉണ്ടായിരുന്നല്ലേ കടിച്ചാതി കറക്റ്റ് കിട്ടി അപ്പൊ ക്യാമറമാൻ അഖില് അതെ സച്ചുണ്ട് ചെക്കൻ്റെ വശത്ത് സച്ചുവാണ് പെണ്ണിന്റെ വശത്ത് അഖിലാണ് മാല ശരിക്കട്ടെ മാലകൾ ശരിക്കട്ടെ അതില് ഒരു ആറ്റിറ്റ്യൂഡായിട്ട് ഇങ്ങോട്ട് നോക്കി ഹെഡ് ഉണ്ട് ശരിക്കും
ഇങ്ങോട്ട് ചിരിക്കാണ്ട് മളമളെ ശരി. അങ്ങനെ നമ്മുടെ പൊന്നൂരി ഷെബിലി ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ, ബ്രൈഡൽ ലുക്കിൽ കാണും ഫോട്ടോളേന് നല്ല ഭംഗിയുണ്ടായിരുന്നു. പൊന്നിൻ്റെ മേക്കപ്പും കാരണം എനിക്ക് ബ്രൈഡ്സിന് എപ്പോഴും ഒരുപാട് മുടി ഇങ്ങനെ വെക്കുന്നതും ഈ ഉണ്ടോട്ട് മുല്ലപ്പ് വെക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ പകുതിയായപ്പോൾ ഞാൻ പറഞ്ഞു വായു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് നല്ല ഇഡ്ഡലിയും ചട്നി സാമ്പാറും കോഴിമുട്ട പുഴുങ്ങിയത് ചായ കിട്ടാം. ഒരുപാട് ഫുഡോ കാര്യങ്ങളൊന്നും ഇവിടെ ഉള്ളത് നമ്മളെ വീട്ടിൽ നമ്മൾ രാവിലെ എഴുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് കിട്ടാം. എനിക്ക് കൂടുതൽ അതാഷ്ടം. നമുക്ക് എന്തെങ്കിലും ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ തലേദിവസം തന്നെ അവരോട് പറഞ്ഞു വെക്കണം. നമുക്ക് അവർക്ക് എന്താ ഫുഡും കാര്യം വേണമെന്ന് പറഞ്ഞാൽ അവരത് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. എന്താ പറയുക, പാലക്കാടുള്ളൊരു ഫാം ഹൗസിലേക്കാണ് വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ആക്കി. ജാതിക്കത്തോട്ടം എന്നാണ് ഒരു പേര്. അപ്പം നമ്മൾ അവർ ഇൻസ്റ്റേഡിയം ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. എന്തായാലും വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ, ബാച്ചിലേഴ്സിനോ എല്ലാവർക്കും അങ്ങനെ ആർക്കും വേണമെങ്കിൽ വരാം കേട്ടോ. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയൊരു അന്തരീക്ഷം കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് എത്തുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വന്നാട്ടോ. അപ്പോൾ ഒരു ഹോസ്പിറ്റലൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് വൈകി. എന്നാലും നമ്മൾ വന്ന ടൈം കൊണ്ട് നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്തു. പൊന്നുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോഷൂട്ടിനും ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂമാണ് കേട്ടോ. ഈ റൂമിൽ നിന്ന് ബാക്കിൽ ഒരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ട ബാൽക്കണി അതാണ് ഫ്രണ്ട്സ് വന്നിട്ട് എൻജോയ് ചെയ്തിരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ പൊന്നിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്വിമ്മിംഗ് പൂളിൽ ഭയങ്കര നീരാടലും കളിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞങ്ങൾ ഉച്ചയായി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നമുക്ക് പോയി അർജൻറ്റ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ച ടോപ്പാട്ടോ. അപ്പോൾ നമ്മുടെ ചാവക്കാടുള്ള റിലയൻസ് എന്നാണ് കേട്ടോ ഈ ഒരു ടോപ്പിനെ എടുത്തത്. നല്ല സ്മൂത്ത് മെറ്റീരിയൽ കേട്ടോ, സൂപ്പർ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുമ്പോഴാണ് നമുക്ക് എന്നോട് ഭംഗി തോന്നുന്നത്. അതാ വന്നു കുണക്ക അടിച്ചു പൊളിച്ചില്ലേ. കുണക്കിന് പോകണ വിഷമം, സ്വിമ്മിംഗ് പൂൾ വിട്ട് പോകണ വിഷമം. ഈ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഒരു തോട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ശരിക്കും മഴയൊക്കെ വരുന്ന നല്ലോണം വെള്ളം ഒലിച്ചു പോണ ഒരു സ്ഥലം അത്രേ. പിന്നെ ഇതേ ഒരു മുളയുടെ കാടും കാര്യങ്ങളും ആൾക്കാർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ച് തിമിർത്ത് ആടി കളിച്ച് പാടി ഇഷ്ടം പോലെ സ്പേസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ദൈവൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ദുബായിൽ നിന്നൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. വെക്കേഷൻ ജൂണൊക്കെ ജൂലൈ ഒക്കെ ആകുമ്പോൾ പിന്നെ അവരുടെ വെക്കേഷനല്ലേ. അപ്പോൾ അവർ കുറേ ആൾക്കാർ ലീവിന് വരാൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്കായാലും എല്ലാവർക്കായാലും അടയ്ക്കാം വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ മുൻകൂട്ടിയിട്ട് വിളിക്കുക, അവരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്ത് പോകണമെന്ന് വെച്ചാൽ നമുക്കൊരു ട്രാവലർ ആൾക്കാരായിട്ട് ഇങ്ങോട്ട് പോയിട്ട് എൻജോയ് ചെയ്യുക പോവുക. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതേ ഫുൾ നമ്മൾ ഈ ഒരു റൂമുണ്ട് ഇവിടെ. ഈ ഒരു ഇതിൽ തന്നെ 2 റൂമും ഒരു ഹാളും കണ്ടിട്ടാണ്. ഇതേ നമ്മൾ ഫുൾ കമ്പനി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടെങ്കിൽ ഇവിടെ ഹാളിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം കാര്യങ്ങളും ഇതേപോലെ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. അതിപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഭയങ്കര എനർജിയാണ്, പോകുമ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവരുടെ അവസ്ഥ. അല്ലേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസത്തെ സ്റ്റേ? എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? അതാണ് നമുക്ക് പ്രൈവസി ഉണ്ട്, അതാണ് ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം. ഒഴിഞ്ഞ സ്ഥലമാണ്. ഒരു പേടിക്കാനുള്ള ഒരു ഇതുമില്ല. ഇല്ല, പേടിക്കാനുള്ള മാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. കാരണം വന്യമൃഗം കാര്യങ്ങളൊന്നുമില്ല, പേടിക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല. പിന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളെന്തായാലും ഒരു ഓളിയും ബഹളം പാട്ടും ഡാൻസും ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അടുത്തടുത്ത ആൾക്കാരില്ല എനിക്ക് ഏറ്റവും ബെസ്റ്റില്ലേ. അതിന് പറ്റിയൊരു സ്ഥലം കാര്യങ്ങളാണ്. ഫാമിലിക്ക് സൂപ്പർ, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ സ്ഥലം. ഇതാ കണ്ട ഇവരാണ് അതിൻ്റെ ആൾക്കാർ കേട്ടോ. പോവല്ലേ നമ്മള് ഇറങ്ങാം. എന്താണ് ഏട്ടാ പറഞ്ഞത്?
അതായത് ഒരു കൂട്ടായ്മയായിട്ട് പറ്റും. ഒരു ബസ് ആൾക്കാർ വന്നാൽ സൂപ്പറായിട്ട് താമസിക്കാൻ പറ്റും. അതിനുള്ള ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും. സെറ്റ് ചെയ്ത് തരും. എല്ലാവരും മുൻകൂട്ടി പറയണം കേട്ടോ. എന്താ വെച്ചാൽ മുൻകൂട്ടി പറയുമ്പോഴാണ് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പിന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലെ ഫുഡും കാര്യങ്ങളും നല്ല നാടൻ ഫുഡ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പോലത്തെ ഫുഡാണ്. പിന്നെ പുറമെ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അവരത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുത്തെ നാടൻ ഫുഡിനോട് ഇവിടെ നിന്നല്ല എവിടെ പോയാലും ഞങ്ങൾക്ക് നാടനായിട്ട് വീട്ടിലുള്ളവർ വെച്ച് കഴിക്കുന്ന ആ ഒരു ഫുഡിനോടാണ് എപ്പോഴും താല്പര്യം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അത് തന്നെയാണ് ആഗ്രഹിച്ചതും ചോദിച്ചതും കേട്ടോ. അത് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും ഇനി ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള കസാരയും കാര്യങ്ങളൊക്കെ ഒരു പീസ് ടിപ്പ് ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ അവിടെ എല്ലാവരും എനിക്കായിട്ടൊരു ഗിഫ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഈ ഗിഫ്റ്റ് തന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളൂ. ആ ആളിനെയാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് മേടിച്ച് തരുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ പാല് കാച്ചിലായിട്ട് എനിക്ക് 6 കസാരമൊക്കെ മേടിച്ചു തന്നിട്ട് പിന്നെയും ഇങ്ങനൊരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ കയ്യിൽ പണ്ട് ഇങ്ങനത്തെ പാത്രം കാരണമുണ്ടെന്ന്, പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരിക്കൽ കള്ളം കയറിപ്പോൾ ആ കള്ളം ഇതൊക്കെ എടുത്തോണ്ട് പുതിയ ഡിന്നർ സെറ്റും കാരണമൊക്കെ എടുത്തോണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് മേടിച്ച് വെച്ചില്ല. അപ്പോൾ പൊന്നൂനൊരു വിഷമം, അമ്മയ്ക്ക് ഈ ഒരു പാത്രത്തിൽ പൊന്നൂനേക്കാൾ വിഷമിക്കൊന്നും ഷെബിക്കായിരുന്നു. ഷെബിയാട്ടെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് മേടിച്ചെന്ന്. അമ്മയുടെ പാല് കാച്ചലെല്ലാം അമ്മയുടെ ഈ അടുക്കളയിലെല്ലാം ഭയങ്കര അടുക്കളയിൽ ഇത് ഇരിക്കട്ടെ എന്നാണ് ഞാൻ ഇതൊക്കെ ഷോപ്പുകളിൽ പോയി നോക്കും, അതവിടെ വെക്കൂട്ടോ. വേറെ കാണുമ്പോൾ അതവിടെ വെക്കൂട്ടോ. ഇപ്പോഴും ഇന്നലെ ഞങ്ങൾ പീടികയിൽ പോയി നെക്സ്റ്റ് പോയപ്പോൾ ഞാൻ അടുക്കളയിൽ കുറച്ച് ഭയങ്കര സാധനമൊക്കെ വെക്കാൻ ഷോക്കേസിലൊക്കെ വെക്കേണ്ടി പോയതാണ്. പക്ഷേ വിലയൊക്കെ കേട്ടപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ എടുത്തോടെ തന്നെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. നമ്മൾ ഈ ഫ്ലവറൊക്കെ വെക്കില്ലേ, പുല്ലും ചെടിയൊക്കെ വയ്ക്കുക, അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ്. അപ്പോൾ കണ്ടത് ഇഷ്ടപ്പെട്ടതൊക്കെ അവിടെ തന്നെ വെച്ച് ഞാൻ അങ്ങോട്ട് പണിക്കിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആ സമയങ്ങളിൽ പൊന്നും ഷെബിയോ മേടിക്കാട്ടോ. അമ്മ ഇത് കണ്ട മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരോട്. പക്ഷേ ഞാൻ മേടിക്കുമ്പോൾ ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ട് എന്താണ് മേടിക്കണേ, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ അത് അവിടെ വെച്ചതെന്ന് ഞാൻ ചീത്ത. അപ്പോൾ അവരൊരു അതുകൊണ്ടൊന്നല്ല, അമ്മയ്ക്ക് അതൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പൊന്നും ഷിബി മേടിച്ചതൊരു ചെറിയൊരു ഗിഫ്റ്റാണ്. ഗൾഫിൽ നിന്ന് വരുന്നവർ ആരെങ്കിലും ഫാമിലി ആയിട്ട് പോകാനോ ആഗ്രഹിക്കുക, ഫ്രണ്ട്സായിട്ടോ ബാച്ചിലേഴ്സായിട്ടോ പോകാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിളിക്കുക, സെറ്റ് ചെയ്യുക, പോവുക, അടിച്ച് പൊളിക്കുക. അതായത് നമ്മൾ ഈ പണികളും കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്ത് നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ മൂന്നാർ പോയി വാഗമൺ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ കറങ്ങി കാണണം, അങ്ങനെയല്ല. നമുക്ക് റെസ്റ്റ് എടുക്കണം. നമ്മൾ പണിയിൽ നിന്നും ജോലികളിൽ നിന്നും പിന്നെ ഒരുപാട് ടെൻഷനിൽ നിന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണം. ഫാമിലിയായിട്ട് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയൊരു സ്ഥലമാട്ടെ ഈ ഫാം ഹൗസ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എത്തി നമ്മളെല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വന്നു. പിന്നെ അവിടെ എൻജോയ് ചെയ്ത് സ്വിമ്മിംഗ് പൂളൊക്കെ കുളിക്കലും ഉണ്ണികൾക്കൊക്കെ ഓടി കളിക്കാനുള്ള സ്ഥലം, അമ്മമാരെ അച്ഛന്മാരെ കൂടി വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം അവരെ ആന വരും അങ്ങനത്തെ പേടിയൊന്നും കേട്ടോ. സേഫും കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ മക്കളും സേഫാണ്. സേഫാണ് കേട്ടോ. നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾ കാര്യം സേഫാണ്. നമ്മൾ എപ്പോഴും ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കണം നമ്മുടെ മക്കൾ സേഫാണെന്നോ. അതായത് ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് വീഴുമോ അല്ലെങ്കിൽ അങ്ങോട്ട് ഓടി അവിടെ നിന്ന് അങ്ങനത്തെ പേടി കൂടുതലായിട്ട് എനിക്ക് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഇവിടെ പോകുമ്പോൾ കുണിക്കുകയും കാർത്തുള്ളായിരുന്നു നമ്മൾ അവിടെ സേഫ് ആദ്യമായിട്ട് നോക്കും. അപ്പം ഉണ്ണിയുടെ കൊണ്ടുപോകാൻ പറ്റിയ സേഫാണ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും കൂടി പോയിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഇന്ന് കളിച്ച് എൻജോയ് ചെയ്യുക, അതൊരു പ്രത്യേക വൈബായിരിക്കും കേട്ടോ. എനിക്ക് ഒന്ന് സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുകയാണെങ്കിൽ രാത്രിയായിരിക്കും നല്ലത് അല്ലേ, ഒന്നുകൂടെ ഒക്കെ എൻജോയ് ചെയ്യും. നമുക്ക് നേരില്ലാത്ത രാത്രി ഇറങ്ങി നമ്മൾ എത്തുമ്പോൾ തന്നെ 11 മണി രാവിലെ കുറച്ച് നേരത്തെ അല്ല, നമുക്ക് രാത്രി നമുക്ക് ഒരു 5-6 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ട് അവിടെ വെച്ച് എല്ലാവരും കുറേ സ്വിമ്മിംഗ് പൂൾ കളിക്കുക, അവിടെ ഫുഡ് കഴിക്കുക, മക്കളോട് കളിക്കുക. അത് വേറെ ലെവലല്ലേ, അത് ഭയങ്കര. ഒരു 5-6 മണി പറയുന്ന ഒരു 8 മണി പോലെ സ്വിമ്മിംഗ് പൂൾ കളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് പാട്ടും നല്ല പച്ചപ്പുള്ള സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആവശ്യമുള്ളവര് വലിയൊരു അരുവിയാ, ചെറിയ പുഴയാ. പുഴന്ന് പറയാൻ എന്താന്ന് അറിയില്ല, അത് തോട് പോലെ ഉണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവര് മുൻകൂട്ടി വിളിക്കുക, ബുക്ക് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് പറയാറില്ലേ ജീവിച്ചോട്ടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കണ്ട, ജീവിച്ച് പോട്ടെ. നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ, അത് മതി. നമ്മൾ ആരും കൊല്ലാനോ ദ്രോഹിക്കാനോ ഒന്നിനും പോലെ ഇങ്ങനെയല്ല ജീവിക്കണോ ചെയ്യട്ടെ. ഓരോരുത്തർക്കും ഓരോ മാർഗം ദൈവമായിട്ട് തുറന്നു കൊടുത്തല്ലേ. പറ്റുന്നിടത്തോളം പോകണിടത്തോളം പോട്ടെ അല്ലേ. നിങ്ങളുടെ പ്രൊമോഷൻ സഹകരിച്ചു. ബൈ.